ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് മിക്സ് ആക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും മാറ്റി വെക്കുകയാണെങ്കിൽ. ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് വേഗം തന്നെ വഴന്ന് കിട്ടിക്കോളും. മൂടി തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ, ആ ഒരു ചിക്കൻ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് 1.5 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പും ഒരു കോഴിമുട്ടയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് തരിയൊന്നും കൂടാതെ അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഒരു വെള്ളപ്പച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ ആദ്യം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു, നേരാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് രണ്ടാമത് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ സാധാ തവിയിൽ ചുട്ടെടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല കുഴിയായിട്ട് നമുക്ക് ഈ ഒരു അപ്പം കിട്ടുകയും ചെയ്യും. നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും ചെയ്യും. അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാനിതാ ഒരു തുള്ളി ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്, ചെറിയ വലിപ്പത്തിൽ. ബാക്കി എക്സ്ട്രാ വന്ന മാവ് നമുക്ക് പാത്രത്തിലേക്ക് തന്നെ മാറ്റിയാൽ മതി. ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം മാറ്റിയാൽ മതി. വീണ്ടും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഈ ഒരു വലിപ്പത്തിൽ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു 3 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടിയും ഒരു ഇത്തിരി പാലും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ദോശയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ദോശയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ചുട്ട ദോശ ഞാൻ പാനിൽ നിന്ന് എടുത്തിട്ടില്ല. തീ ചെറുതായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ആ ഒരു ദോശൻ്റെ മേലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചധികം തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ 4 വശത്തേക്കൊന്നും പോവാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു കുഴിയുള്ള അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു ദോശ ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 ദോശ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് കട്ടിക്കല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 പീസാക്കിയിട്ട് കഴിക്കാൻ ചെയ്യാം കേട്ടോ. ഒരാൾക്ക് ഒരെണ്ണം വെച്ചിട്ട് കഴിക്കാനും ഇങ്ങനെ മതി. ഒരുപാട് കട്ടിയൊന്നും ഉണ്ടാവില്ല. നല്ലതായിട്ട് നമുക്ക് തിന്നായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദോശ ഒരു 3 എണ്ണമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ദോശയും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ദോശ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കോഴിമുട്ടയുടെ പാലിൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ ചുറ്റിലായിട്ട് ഇങ്ങനെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. നടുക്കിലായിട്ട് നമുക്ക് ഇത്തിരി ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 മല്ലിയിലൻ്റെ പീസസ് നടുക്കിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി മുട്ടയുടെ മാവ് ഒഴിച്ചിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്കിതിവിടെ റെഡിയായി കിട്ടും. എന്നിട്ട് ഇതിന് മുകൾ വശം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അടിവശം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഇത്രയും കൂടി ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 എണ്ണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 3 6 ദോശ വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഇതവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞിട്ടുള്ള ഒരു സ്നാക്സാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇഫ്താർ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി രുചിയിലുള്ള ഒരു സ്നാക്സാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോരുത്. നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് വന്ന് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും കാണാം. താങ്ക്